ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കസ്റ്റാർഡ് സേമിയ സാഗോ ഡ്രിങ്ക് തയ്യാറാക്കിയാലോ. അതിനായിട്ട് കുറച്ച് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് ഒരു 7-8 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ആ ചൈന ഗ്രാസിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി നമുക്കതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതേ പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് സേമിയ, ഒരു 80 ഗ്രാമോളം സേമിയ ഉണ്ടാവും. ആ സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലൊരു ഡ്രിങ്കാണ് ഇത്, ഉണ്ടാക്കി നോക്കണം നിങ്ങൾ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ഇനി ഈ സേമിയത്തിലേക്ക് നമുക്കൊരു ബൗള് ഞാൻ കഴുകി കുതിർത്തി വെച്ചിരിക്കുന്ന സാഗോ റൈസാണ് ചേർത്തത്. ആ വീഡിയോ മിസ്സായി പോയതാണ്. സാഗോ റൈസും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്കൊരു 1/2 ലിറ്റർ പാലാണ് ഞാൻ ചേർക്കുന്നത്. ഈ 1/2 ലിറ്റർ പാലും കൂടെ ചേർത്ത് ഈ സാഗോയും സേമിയവും കൂടെ നന്നായിട്ടൊന്ന് വെന്തിട്ട് വരട്ടെ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കസ്റ്റാർഡ് സേമിയോ സാഗോ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. എന്നാലിത് നന്നായിട്ട് തണുത്തിട്ട് വരും. തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിൽ ഫ്രൂട്ട്സ് ചേർക്കുന്നത്. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. അനാറ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അനാറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസും കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കസ്കസും പിന്നെ ഒരു ചെറിയൊരു ആപ്പിൾ മുറിച്ചതും പിന്നെ ഇച്ചിരി ബദാം ചോപ്പ് ചെയ്തതും കൂടിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സേമിയ കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.